ലൈഫില് പലരും കൂടെ നിന്നിട്ടുണ്ടാവാം, കൂടെ നിൽക്കാത്തവരുണ്ടാവാം. അപ്പൊ അങ്ങനെ നിൽക്കാത്തവരായിട്ടുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മളിപ്പോ ആ സമയത്ത് ഒരു ഹെൽപ്പ് ചോദിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറുള്ളവരോട് ചോദിക്കുന്ന സമയത്ത് നമ്മളൊന്നും അല്ലാന്ന് കരുതി മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള അവസരങ്ങളിൽ പിന്നീട് അത് ഈ പറഞ്ഞ പോലെ കയ്യേറാൻ വരിക അല്ലെങ്കിൽ ഷെയ്ക്കാൻ വരിക, ആ ഒരു എന്നെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. പക്ഷെ ഇവൻ്റെത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരാള് എനിക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ അങ്ങനെയൊന്നും ചെയ്ത ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവന് ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കെഞ്ചിയിട്ടുണ്ട്. ഫെയിം ആവാത്തതിന് മുന്നേ ആ സ്റ്റേജിൽ ഒരു മിമിക്രി ഞാൻ ചെയ്തോട്ടെ പ്ലീസ്, ഈ ഇപ്പോൾ പരിപാടിൻ്റെ ഇടയിൽ കൂടെ അതൊന്നും പറ്റില്ല, ഇപ്പോൾ ടൈമില്ല പോർന്ന് എന്ന് പറഞ്ഞിട്ട് ഇവനെ ആട്ടിയിട്ടുണ്ട്. ആ സ്റ്റേജിക്ക് അത്ര ജനം കൂടണ ആ സ്റ്റേജിക്ക് ഇവനെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. പറയുമ്പോൾ തന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. അങ്ങനത്തെ 2-3 അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇവൻ ഒരു സിനിമന്റെ ഓഡിയേഷന് പോയിട്ട് 3 ലക്ഷം റുപ്യ 4 ലക്ഷം റുപ്യ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഹീറോന്റെ ഒപ്പം ത്രൂ ഔട്ട് ക്യാരക്ടർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഇവന്റെ അടുത്ത് 400 റുപ്യ വാങ്ങിയിട്ടാണ് പോണത്, ഓഡീഷന് പോണത്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് ഈ സങ്കടം പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാലത്ത് ഈ 4 ലക്ഷം റുപ്യ അനക്ക് പ്രതിഫലം തന്നിട്ട് എൻ്റെ ഒരു പടത്തെ കോലി വിളിക്കും. അങ്ങനെ ഒരു സംഭവം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മളെ മാറ്റങ്ങളാണ്. അതിപ്പോ ഒരു പടത്തേക്ക് നമ്മൾ ഇത്ര വാങ്ങാനാവട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഓനുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു സ്റ്റെപ്പ് കൂടെയാണ് നമ്മളെ ബോളാഗോളം. ഇപ്പൊ ആ ഒരു മൊമെന്റ്, ആ ഒരു സ്റ്റേജിൽ കയറി, അപ്പൊ ഇപ്പൊ ഈ ഇൻസിഡന്റില് അപ്പൊ ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ എൻ്റെ ലൈഫിൽ വിചാരിക്കാത്തൊരു മൊമെന്റാണ് ആ മൊമെന്റ്. ഞങ്ങൾക്കാവുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്, ബട്ട് ആരെക്കൊണ്ട് എങ്ങനെ, അതൊക്കെ ഒരു ചോദ്യോത്തരമായിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മൂപ്പര് കൈ തന്നോട് കൂടിയിട്ട് ലൈഫ് തന്നെ ചേഞ്ചായി.